നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തെലങ്കാന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി CR പാട്ടീലിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്താൻ തെലങ്കാന മുഖ്യമന്ത്രി A. രേവന്ത് റെഡ്ഡിയെയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവിനെയും കേന്ദ്രം ക്ഷണിച്ചിരുന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ആദരമർപ്പിക്കുന്നതിനായി കലാം കോ സലാം പരിപാടിക്ക് ഈ മാസം 27-ന് തുടക്കം കുറിക്കും. BJP ന്യൂനപക്ഷ മോർച്ചയാണ് രാജ്യവ്യാപകമായി പരിപാടിക്ക് തുടക്കമിടുന്നത്. ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിഖിയുടെ നേതൃത്വത്തിൽ പാർട്ടി രാജ്യത്തുടനീളം വിവിധ ജില്ലാതല പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂനപക്ഷ സമുദായങ്ങളിലെ കഴിവുള്ള യുവാക്കളെ ന്യൂനപക്ഷ മോർച്ച ഡോക്ടർ കലാം സ്റ്റാർട്ടപ്പ് യൂത്ത് അവാർഡ് നൽകി ആദരിക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ കീഴിൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നവരെയും ഓരോ ജില്ലയിൽ നിന്നുള്ള പുതിയ വിപണികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് 2024 അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തേതെന്നും വികസിത രാജ്യങ്ങളുമായി ആധുനിക വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നത് തുടരുമെന്നും ഗോയൽ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്നു. മണ്ണിടിച്ചിൽ കാരണം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഷിംല, സോളൻ, സിർമാർ ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ കിഴക്കൻ മധ്യഭാഗങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ ഔദ്യോഗിക ചിഹ്നവും പേരും ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ്, മുഖ്യധാര മാധ്യമങ്ങൾ എന്നിവ മുഖേന മാത്രമാണ് സർവകലാശാല വിവരങ്ങൾ കൈമാറുന്നത്. സൈബർ കുറ്റവാളികളുടെ കെണിയിൽപ്പെടുന്നത് വഴി നഷ്ടപ്പെടുന്ന പണത്തിന് സർവകലാശാലയ്ക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ലെന്നും അധികൃതർ അറിയിച്ചു.